അസ്സലാമലൈക്കും. നമ്മൾ കുറച്ച് മാങ്ങ ഇട്ടായിരുന്നു. അത് കഴുകി അരിഞ്ഞ് അത് കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചിട്ട് നമ്മളത് അച്ചാറിടാൻ പോവുകയാണ്. ഒരു ദിവസം വെയിൽ കൊള്ളിച്ചു. അതിന് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിങ്ങനെ ഒരു കളറ് പച്ചമണം മാറി വന്നതിന് ശേഷം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് അത് ഇളക്കി അതിൻ്റെ മുളക് പൊടിയുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കിയിട്ട് വിനാഗിരിയും ചെറിയ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് അത് നമ്മൾ സെറ്റാക്കിയിട്ട് അതിലോട്ട് ഈ മാങ്ങ ഇട്ട് കൊടുക്കും. ആ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ മാങ്ങയുടെ കുറച്ച് വെള്ളം ഊറി വന്ന വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് കടുകും ഉലുവായും കായം അത് എണ്ണയിലിട്ട് മൂപ്പിച്ച് വെച്ച ആ കടുകും ഉലുവായും ഈ കായവും കൂടെ മിക്സിയിൽ ജാറിൽ പൊടിച്ചെടുത്ത് അതും കൂടെ യോജിപ്പിച്ചിട്ട് നമ്മൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ടിന്നിനകത്ത് ആക്കി വെച്ച് ഇത് ഈ വർഷവും ഉപയോഗിക്കാം, അടുത്ത വർഷവും ഉപയോഗിക്കാം. എല്ലാവരും എൻ്റെ ചെറിയ മക്കൾ മുതൽ വലിയ മക്കൾ വരെ എൻ്റെ ചാനൽ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം.